ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ കണ്ടത്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അവഗണിച്ചെന്ന ആരോപണം ബിജെപി ശക്തമാക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, ചേറ്റൂരിനെ കോൺഗ്രസ് തന്നെയാണ് മറന്നു കളഞ്ഞത്. ഒരുപക്ഷെ ദേശീയ തലത്തിലടക്കം വലിയ ഓർമ്മയായി നിലനിർത്തേണ്ട പേരുകളിൽ ഒന്നായിരുന്നു. അത് തള്ളിക്കളഞ്ഞു എന്ന് BJP പറയുന്നു. ചേറ്റൂരിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സിനിമ അങ്ങനെ വളരെ കൃത്യമായൊരു ആയുധമാക്കി ഇതിനെ BJP മാറ്റുകയല്ലേ? അഭിലാഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ തലത്തിലടക്കം ഈ വിഷയം BJP ഉയർത്തിക്കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചേറ്റൂരിനെ പ്രശംസിച്ച് തന്നെ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പുത്രനാണ് ചേറ്റൂര്. മറ്റു സംസ്ഥാനങ്ങളിലെ ഓരോ കുട്ടികൾ പോലും അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ വിസ്മരിച്ചത് കോൺഗ്രസ് ആണ്, അവഗണിച്ചത് കോൺഗ്രസ് ആണ്. അത്തരത്തിലുള്ള ആരോപണം കൂടുതൽ ശക്തമാക്കി ഉയർത്തുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഞാനിന്ന് രാവിലെയാണ് അദ്ദേഹം ഒറ്റപ്പാലത്തെ ചേറ്റൂരിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്ത് കുടുംബാംഗങ്ങളുമായി അല്പനേരം സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. മറ്റ് BJP നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ വിജയകരമായി പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസരി 2 എന്ന ചിത്രം ഈ ചേറ്റൂരിനെ ആസ്പദമാക്കിയാണ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും രക്തദൂഷിതമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഈ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്നത്. അതിന്റെ ആ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് അക്ഷയ് കുമാർ നായകനായി ഇറങ്ങിയ ചിത്രം ഇപ്പോൾ വിജയകരമായി പ്രദർശനത്തിയിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. അതായത് മലയാളിയായിട്ടുള്ള ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചെന്ന ആരോപണം BJP ശക്തമാകുമ്പോഴാണ് ഈ ചിത്രം ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധേയമാവുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടുതൽ ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുകൊണ്ട് ഈ വിഷയം കൂടുതൽ കേരളത്തിൽ കൂടി വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും ഇതിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പേരുകളായിരുന്നു. എന്താണ് ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇതുവരെയും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമോ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജയറാം രമേശ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ആരോപണമൊക്കെ ബാലിശമാണെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു ജയറാം രമേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ മറ്റു നേതാക്കളൊന്നും തന്നെ, രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചേറ്റൂരിന്റെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, ഒപ്പം തന്നെ ജാലിയൻവാല വിഷയത്തിൽ അദ്ദേഹം നിയമപരമായി മുന്നോട്ട് പോവുകയും അതിൽ പറയണമെന്നുള്ള കോടതി വിധിയൊക്കെ ഉണ്ടായതിനു ശേഷവും അതിൽ എതിർത്ത് മുന്നേറിയ ആ ഒരു ചരിത്രപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനയൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസ് സാധിച്ചില്ല. അദ്ദേഹത്തിനെ പൂർണ്ണമായും അവഗണിക്കുകയും മറന്നു പോവുകയും ചെയ്തത് കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റ് BJP നേതാക്കളും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അവിടുത്തെ ഓരോ കുട്ടികൾ പോലും ഇത് അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഈ മലയാളിയായിട്ടുള്ള ആദ്യ കോൺഗ്രസിന്റെ മലയാളിയായിട്ടുള്ള ആദ്യ പ്രസിഡന്റ് അദ്ദേഹത്തെ വിസ്മരിച്ച ആ നടപടിയെ ഓർത്തിരിക്കണം, അദ്ദേഹത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അത് കേരളത്തിൽ കൂടി ചർച്ചയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് പോയതിന് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഏക മലയാളി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ശശി തരൂരിനെ പോലെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു.